ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ സങ്കടങ്ങൾ, ചിലപ്പോൾ ഭയങ്ങൾ, ചിലപ്പോൾ നിരാശകൾ. ഈ അനുഭവങ്ങളിൽ ചിലത് നമ്മുടെ ഉള്ളിൽ ഒരു മുറിവ് പോലെ തങ്ങി നിൽക്കാറുണ്ട്. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം നമ്മളെ വിടാതെ പിന്തുടരുന്ന ഈ മുറിവുകളെയാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്നത്. ഇതൊരു ഭാഗമല്ലേ, ഇതെന്നെ വിട്ടു പോകില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ ആഴത്തിലുള്ള മുറിവുകളെ എത്ര വേഗത്തിൽ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയും? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവിശ്വസനീയമായിട്ടൊക്കെ തോന്നാം അല്ലേ? പക്ഷേ ഇതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അത് നിങ്ങളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ശരീരവും മനസ്സും ഒരു അത്ഭുത യാത്രയാണ്. ഒരു ട്രോമ നിങ്ങളുടെ ജീവിതത്തെ ഒരു ഇരുണ്ട മേഘം പോലെ മൂടിയിരിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ആ മേഘങ്ങളെ തുരത്തി നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും സൂര്യപ്രകാശം കൊണ്ടുവരാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ അത്ഭുതകരമായ യാത്ര പങ്കുവെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ ട്രോമ? അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ പുറം ലോകത്ത്, അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ഒരു ഭീഷണി, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഒരു സാഹചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ വിവരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ഈ വിവരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം മാറ്റമുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക്, അതായത് ഒരു എമർജൻസി മോഡിലേക്ക് മാറും. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നെന്നോ, നമ്മുടെ ശ്രദ്ധ ആ അപകടത്തിന്റെ കാരണത്തിലേക്ക് മാത്രം ചുരുങ്ങും. നമ്മുടെ തലച്ചോറ് ആ നിമിഷം നടന്ന കാര്യങ്ങളുടെ ഒരു ചിത്രം എടുക്കും, ഒരു സ്നാപ്പ് ഷോട്ട് എടുക്കുന്ന പോലെ. എന്നിട്ട് അതിനെ ഒരു ദീർഘകാല ഓർമ്മയായിട്ട്, അതായത് ഒരു ലോങ് ടൈം മെമ്മറി ആയിട്ട് സൂക്ഷിക്കും. ഈ ചിത്രം നമ്മുടെ തലച്ചോറിൽ ഒരു മുദ്ര പോലെ പതിയും. അതുകൊണ്ടാണ് നമുക്ക് ചില അനുഭവങ്ങൾ അത്ര വ്യക്തമായിട്ട് ഓർമ്മിക്കാൻ കഴിയുന്നത്, അല്ലേ? കാരണം അവ നമ്മളിൽ ഉണ്ടാക്കിയ ആ ഒരു വികാരങ്ങളെ നമ്മൾ ഓർക്കുന്നു. ആ ഓർമ്മകൾ പതിയെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തന്നെ മാറ്റിമറിക്കും. ആ ഒരു അനുഭവത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക. ആ വികാരങ്ങളുടെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പലതും അനുഭവിക്കുക. ഇങ്ങനെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു എന്നത് പതിയെ നമ്മുടെ അവസ്ഥയായിട്ട് മാറും, അതായത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പലപ്പോഴും ഈ ശക്തമായ വികാരങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജീനുകളെ തിരഞ്ഞെടുക്കാനും അവയ്ക്ക് നിർദ്ദേശം നൽകാനും തുടങ്ങുന്നത്. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ ജീനുകൾക്ക് സിഗ്നലുകൾ നൽകുന്നത്. ഇതിനെ എപ്പിജെനറ്റിക്സ് എന്ന് പറയും. നമുക്ക് ഒരു അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന വികാരങ്ങൾ, ആ ഒരു സംഭവത്തിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങൾ നമ്മുടെ ജീനുകളെ മാറ്റാൻ തുടങ്ങുന്നതിന് കാരണമാകും. ജീനുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നവയാണ്. ഇത് ശാസ്ത്രീയമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നുകൂടി പറയാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ജീനുകൾ ഈ വികാരങ്ങളാൽ സിഗ്നൽ ചെയ്യപ്പെടുന്നു. ഈ ജീനുകൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, നിങ്ങളുടെ ഹോർമോണുകൾ, രോഗപ്രതിരോധ ശേഷി, ഹൃദയമിടിപ്പ് ഇവയെല്ലാം നിയന്ത്രിക്കുന്നു. പക്ഷേ ഒരു ട്രോമ ഈ ജീനുകളെ നെഗറ്റീവ് രീതിയിൽ സിഗ്നൽ ചെയ്യുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് വരെ കാരണമാകും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബീച്ചിൽ, അതായത് ഒരു കടൽ തീരത്ത് നിന്ന് വീണ് പരിക്കേറ്റ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് സംസാരിച്ചൊരു ഓർമ്മ. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് വരുമ്പോൾ നിങ്ങളുടെ ശരീരം ആ സംഭവം ഇപ്പോഴും നടക്കുന്നതായിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ശരീരം ആ ഒരു ഭയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേദനയുടെ രസതന്ത്രത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അതായത് നമ്മൾ അനുഭവിച്ച ട്രോമയുടെ ആ ഒരു ആഘാതം വളരെ വലുതാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആ ഒരു ട്രോമയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോഴെല്ലാം
അതിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രങ്ങൾ വീണ്ടും കൊണ്ടുവരുമ്പോഴെല്ലാം നമ്മുടെ തലച്ചോറിലെ ഒരു ന്യൂറൽ സർക്യൂട്ടുകൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കും. അപ്പോൾ ശരീരത്തിൽ നമ്മൾ ആ ഒരു വികാരം വീണ്ടും അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളോട് പ്രതികരിക്കും. ഒരുപക്ഷെ നമ്മൾ അതേ പഴയ അനുഭവത്തിൽ അല്ലെങ്കിൽ അതേ പഴയ അവസ്ഥയിൽ ജീവിക്കുകയാണെന്ന് നമ്മുടെ ശരീരം വിശ്വസിക്കും. ഒരു ദിവസം 50 മുതൽ 100 തവണ വരെ ഇങ്ങനെ സംഭവിക്കാം. ഒരു ഉത്തേജനവും ഒരു പ്രതികരണവും, ഒരു ചിത്രവും ഒരു വികാരവും, ഒരു ചിന്തയും ഒരു തോന്നലും, ഇവയെല്ലാം നമ്മുടെ ശരീരത്തെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തളച്ചിടും. അതായത് നിങ്ങളുടെ മനസ്സ് ഒരു ട്രോമയെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു എമർജൻസി മോഡിലേക്ക് മാറുന്നു. ഈ മോഡിൽ നിങ്ങളുടെ ശരീരം എല്ലാ ഊർജവും ഒരു ഭീഷണിയെ നേരിടാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, ശ്വാസം വേഗത്തിലാകുന്നു. ഇതൊരു ചെറിയ സമയത്തേക്ക് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിൽ ഒരു പാമ്പ് വന്നാൽ ഈ മോഡ് നിങ്ങളെ ഓടാൻ അല്ലെങ്കിൽ പോരാടാൻ സഹായിക്കും. പക്ഷേ പ്രശ്നം ഇതാണ്, നിങ്ങളുടെ മനസ്സ് ഈ ട്രോമയെ ആവർത്തിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഈ ഒരു അടിയന്തര മോഡിൽ, അതായത് എമർജൻസി മോഡിൽ തന്നെ തുടരുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഊർജവും തീർത്തു കളയുന്നു. നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക സൈന്യം ദുർബലമാക്കുന്നു. എന്തുകൊണ്ടാ? കാരണം നിങ്ങളുടെ ശരീരം പുറത്തെ ഒരു ശത്രുവിനെ നേരിടാൻ എല്ലാ ഊർജവും ഉപയോഗിക്കുന്നു. ഇതിനിടയിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക പരിപാലനം, നിങ്ങളുടെ രോഗശാന്തി, വളർച്ച എല്ലാം പിന്നീടത്തേക്ക് മാറ്റിവെക്കപ്പെടുന്നു. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. ഈ സംഭവം ശരിക്കും നിങ്ങൾക്ക് സംഭവിച്ചതാണോ അല്ലയോ എന്നുള്ളതിൽ പ്രശ്നമല്ല. കാരണം ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിൽ പലരും ദിവസവും 50 100 അതിലധികമോ ട്രോമകളെ കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ദോഷമുണ്ടാക്കുന്നുണ്ടോ? നമുക്ക് നേരിട്ട് ശാരീരികമായി വേദന ഇല്ലാതെ തന്നെ ഇത് നമ്മളെ ബാധിക്കുന്നുണ്ടോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ശരീരവും മനസ്സും ഈ ഒരു ട്രോമയിൽ നിന്ന് മോചനം നേടാൻ കഴിയും. അതും വളരെ വേഗത്തിൽ. എങ്ങനെ? ഒരു പുതിയ ചിത്രവും പുതിയ വികാരവും നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചാൽ മതി. ഒരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ, ചിലപ്പോൾ വെറും ഒരാഴ്ച കൊണ്ട് പോലും ഈ ഒരു അവസ്ഥയിൽ നിന്നും സുഖം പ്രാപിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സന്തോഷം, നന്ദി, സ്വാതന്ത്ര്യം, പഴയ കാര്യങ്ങളിൽ നിന്നുള്ളൊരു മോചനം തുടങ്ങിയ ഉന്നതമായ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ആന്തരിക അനുഭവം ഉണ്ടാക്കിയാൽ മതി. അതായത് നമുക്ക് പഴയ ചങ്ങലകളിൽ നിന്നും മോചനം നേടാൻ സാധിച്ചാൽ ആ ഉയർന്നു വരുന്ന വികാരത്തിൻ്റെ തീവ്രത എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ആ ഒരു പുതിയ നല്ല ചിത്രത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ വേദനയ്ക്ക് പകരം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊരു സ്വപ്നം കാണുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇവയെക്കുറിച്ച് ചിന്തിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു പുതിയ ജോലി, ഒരു സന്തോഷകരമായ ബന്ധം, ഒരു യാത്ര, ഒരു കടൽ തീരത്ത് നിങ്ങളുടെ കുടുംബവും ഒത്തൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കുക. ഈ ചിത്രത്തോടൊപ്പം നന്ദി, സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം തുടങ്ങിയ ഉയർന്ന വികാരങ്ങൾ അനുഭവിക്കുക. ഈ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പുതിയ രാസപ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ രാസപ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീനുകളെ നല്ല രീതിയിൽ സിഗ്നൽ ചെയ്യുന്നു. അതായത് ഇത് നമ്മുടെ തലച്ചോറിൽ പുതിയ ഒരു ന്യൂറൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരം ഒരു പുതിയ ഭാവിക്കായിട്ട് സജ്ജമാക്കാൻ തുടങ്ങും. നിങ്ങൾ എത്രത്തോളം ശക്തമായ നല്ല വികാരം അനുഭവിക്കുന്നുവോ അത്രത്തോളം നല്ല ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാലക്രമേണ നിങ്ങളുടെ ശരീരത്തെ പഴയ കാലത്തിലേക്ക് തളച്ചിടുന്നതിന് പകരം ഭാവിക്കായിട്ട് സജ്ജമാക്കും. നിങ്ങളുടെ ജീനുകളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഈ പ്രക്രിയ നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ വൈകാരികമായി നമ്മുടെ ജനിതക വാതിലിൽ, അതായത് ജെനറ്റിക് ഡോർ മുട്ടിക്കൊണ്ടേയിരിക്കും. ആ ഒരു വികാരം ഒടുവിൽ പുതിയൊരു ജീനിന് സിഗ്നൽ നൽകും.
അത് ആ ഒരു ജീനിനെ കൂടുതൽ മികച്ച പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ വ്യക്തി പതിയെ സുഖം പ്രാപിക്കാൻ തുടങ്ങും. നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നത് ആളുകൾക്ക് വെറും 4 ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ്. കേട്ടിട്ട് ഞെട്ടണ്ട, ഇത് സത്യമാണ്. ക്യാൻസർ കോശങ്ങളെ കുറയ്ക്കാനും സ്റ്റെം സെല്ലുകളെ സജ്ജമാക്കാനും കേടുപാടുകൾ സംഭവിച്ച ശരീരഭാഗങ്ങളെ നന്നാക്കാനും ശരീരത്തിലെ വീക്കം, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കുമത്രേ. തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണം പോലും ശരിയായ രീതിയിൽ ഇത് ചെയ്യുന്നതിലൂടെ മാറ്റാൻ കഴിയുമെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. വെറും 4 ദിവസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് സംഭവിച്ച ചില കേടുപാടുകൾ മാറ്റിയെടുക്കാൻ തുടങ്ങാൻ സാധിക്കും. കേടുപാടുകളുടെ തീവ്രത അനുസരിച്ച് ഇത് വ്യത്യാസമുണ്ടാകാം. പഴയ നെഗറ്റീവ് ചിത്രങ്ങളെയും വികാരങ്ങളെയും മാറ്റി സന്തോഷം, നന്ദി, സമാധാനം, സ്വീകാര്യത, ഭാവിയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ എന്നിവ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ശരീരം സുഖം പ്രാപിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിക്കും. നിങ്ങളുടെ ജീനുകളുടെ പ്രവർത്തനം പോലും മാറും. നമ്മുടെ ശരീരത്തിലെ ജീനുകൾ ഒരു ലൈബ്രറി പോലെയാണ്. അതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഏത് ജീൻ ഓണാക്കണം, ഏത് ജീൻ ഓഫാക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ്. നന്ദി, സന്തോഷം, സ്വാതന്ത്ര്യം തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ ജീനുകളെ നല്ല രീതിയിൽ സിഗ്നൽ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക്, വളർച്ചയിലേക്ക് നയിക്കുന്നു. അതായത്, ഞാൻ ഒന്നുകൂടി പറയാം, ഈ ജീനുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സാധ്യതകളുടെ ഒരു വലിയ ശേഖരം മാത്രമാണ്. ഒരു ലൈബ്രറി പോലെ അവിടെ ഒരുപാട് വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ശരിയായ സിഗ്നൽ നൽകുമ്പോൾ ആ ജീനുകളെ തിരഞ്ഞെടുക്കാനും അവയെ വ്യത്യസ്ത പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ നിർദ്ദേശിക്കാനും കഴിയും. ഒരേ ജീനുകളെ നമുക്ക് വ്യത്യാസമായി നിയന്ത്രിക്കാൻ സാധിക്കും. അവയെ ഉത്തേജിപ്പിക്കുമ്പോൾ അവ വളരെ ആരോഗ്യകരവും കരുത്തുറ്റതുമായ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എൻസൈമുകൾ, പുതിയ കോശങ്ങൾ, ഹോർമോണുകൾ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലുകൾ എന്നിവയായിട്ട് മാറുന്നു. എന്നാൽ ഭയവും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജം ഇല്ലാത്ത അവസ്ഥയിൽ ഈ ജീനുകൾ താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കും. അപ്പോൾ ശരീരം ഗുണമേന്മ കുറഞ്ഞ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. ഇത് വളർച്ചയുടെ സമയമല്ല എന്നൊരു സിഗ്നലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷിയും ട്രോമയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾക്ക് ട്രോമയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വീണ്ടും അത് സംഭവിക്കുമോ എന്ന ഭയം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ തന്നെ ആ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം, ഏറ്റവും മോശം സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരം ഒരു ആൻസൈറ്റി, അതായത് ഉത്കണ്ഠയുടെ ഒരു ഉപബോധ മനസ്സാകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂചന ഇത് സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ വരുവാണെങ്കിൽ, നിങ്ങൾ ഒരു ഇരയാണെന്ന് തോന്നിയാൽ, ആ ഒരു ഭയം നിങ്ങളെ അതിന് തുല്യമായ ചിന്തകൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് ആ ഭയം അനുഭവിക്കാൻ ചുറ്റുപാടുകളുടെ ആവശ്യമില്ല. ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ശരീരം നിരന്തരം ഒരു അടിയന്തര മോഡിൽ, അതായത് ഒരു എമർജൻസി മോഡിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ അടിയന്തര മോഡിൽ ജീവിക്കാൻ ഒരുപാട് ഊർജവും വിഭവങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഏത് സിസ്റ്റത്തിലായിരിക്കും തകരാറ് സംഭവിക്കുക? നമ്മുടെ പ്രതിരോധ ശേഷിക്ക്, അല്ലേ? നമ്മുടെ ശരീരത്തിന് 2 പ്രധാനപ്പെട്ട സംരക്ഷണ സംവിധാനങ്ങളുണ്ട്. പുറം ലോകത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. പുറത്ത് ഒരു അപകടം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ശരീരം എല്ലാ ഊർജ്ജവും ഉപയോഗിക്കും. ഈ സിസ്റ്റം കുറഞ്ഞ സമയത്തേക്ക് നന്നായി പ്രവർത്തിക്കും. പക്ഷേ ഇത് എപ്പോഴും പ്രവർത്തിച്ചാൽ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കാരണം പുറത്തുള്ള ഭീഷണികൾക്കായിട്ട് നമ്മുടെ എല്ലാ ഊർജ്ജവും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ആവശ്യമായ ഊർജ്ജം ഇല്ലാതാകും. ഊർജം തലച്ചോറിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മാറി ശരീരത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് പോകും. ഒരു അടിയന്തര സാഹചര്യമാണെന്ന് കരുതി ശരീരം എല്ലാ വിഭവവും എടുക്കും. ഈ അടിയന്തര സാഹചര്യം ശരിക്കും സംഭവിച്ചതാണോ അതോ നമ്മൾ സങ്കല്പിച്ചതാണോ എന്നൊന്നും പ്രശ്നമില്ല.
നിങ്ങളുടെ ദേഷ്യം ന്യായമാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള പ്രശ്നമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരം സുഖം പ്രാപിക്കാനുള്ള സ്വന്തം ഊർജം ഇല്ലാതാക്കുകയാണ്. നമ്മുടെ പ്രതിരോധ ശേഷി പറയുന്നത് നമ്മൾ മറ്റൊരു നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, നമ്മൾ ബ്രേക്കാണ്, നമുക്ക് വിശ്രമത്തിലേക്ക് മടങ്ങണം. അപ്പോൾ നമുക്ക് ശരിയായി പ്രവർത്തിക്കാനും ദഹിപ്പിക്കാനും പുനരുൽപ്പാദിപ്പിക്കാനും മാലിന്യങ്ങളെ പുറന്തള്ളാനും സാധിക്കും. നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ ശക്തി കേന്ദ്രം. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി ഒരു കാറിലെ ഗ്യാസ് പെഡലും ബ്രേക്കും പോലെയാണ്. ചിലപ്പോൾ നമ്മുടെ ശരീരം ഒരു അപകടാവസ്ഥയിലാണെന്ന് ചിന്തിച്ച് എനിക്ക് പോരാടാൻ ശക്തിയില്ല, പുറത്ത് യുദ്ധമാണ് എന്ന് പറയും. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ കോശങ്ങളെ, അതായത് ലിംഫോസൈറ്റുകളെ ദുർബലപ്പെടുത്തും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നൊരു പ്രത്യേക ഭാഗത്തിൻ്റെ ജോലിയാണ്. ഇത് ശരിക്കും 2 തരത്തിലുണ്ട്. ഇത് നമ്മളെ പെട്ടെന്നുള്ള അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് പേടി വരുമ്പോൾ ഓടുന്നത്. ഇത് നമ്മളെ ശാന്തമാക്കാനും ശരീരത്തിന് വിശ്രമം നൽകാനും സഹായിക്കും. ഈ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണം ശരിക്കും. എന്നാൽ നിങ്ങൾ ഒരുപാട് നാൾ പേടിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം എപ്പോഴും ഗ്യാസ് പെഡലിൽ ചവിട്ടി പിടിച്ച് നിൽക്കുന്നത് പോലെ ആകും. അപ്പോൾ രോഗാണുക്കളെ നേരിടാൻ ശരീരത്തിന് ശക്തി ഉണ്ടാവില്ല. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ചുറ്റുമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇരയായിട്ട് മാറും. ഇത് നിങ്ങൾ അറിയാതെ സംഭവിക്കുന്ന ഒരു ശീലമാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താൻ സാധിക്കും. പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കേന്ദ്രമാണ്. അവിടെ നിങ്ങൾ സ്നേഹം, നന്ദി, ദയ, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യാൻ ആളുകളെ പഠിപ്പിക്കുമ്പോൾ വെറും 4 ദിവസം കൊണ്ട് അവരുടെ രോഗപ്രതിരോധ ശക്തി 50% വരെ കൂടുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഹൃദയത്തിനടുത്ത ഒരു ചെറിയ ഗ്രന്ഥിയുണ്ട്. അതിനെ നമ്മൾ തൈമസ് ഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രന്ഥിക്ക് 2 പ്രധാനപ്പെട്ട ജോലികളുണ്ട്. അത് യുവത്വ ഹോർമോൺ, ഇത് നമ്മുടെ ശരീരത്തിന് ചെറുപ്പം നൽകുന്ന ഹോർമോണുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി, രോഗങ്ങളോട് പൊരുതാനുള്ള രാസവസ്തുക്കളും ഇത് നിർമ്മിക്കുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നത് നിങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കും. മനസ്സും ശരീരവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധിച്ച് സ്നേഹം, സന്തോഷം പോലുള്ള നല്ല വികാരങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ വേദനയിൽ നിന്ന് നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു മാറ്റം വരുത്തുക. നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ചിത്രം വരയ്ക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സന്തോഷം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു പുതിയ വീട്, ഒരു സന്തോഷകരമായ കുടുംബജീവിതം, അല്ലെങ്കിൽ ഒരു യാത്ര, അങ്ങനെ എന്തായാലും ഈ ചിത്രത്തോടൊപ്പം നന്ദി, സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം, ഈ വികാരങ്ങൾ അനുഭവിക്കുക. ഈ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ രസതന്ത്രത്തെ മൊത്തത്തിൽ മാറ്റുന്നു. നിങ്ങളുടെ ജീനുകളെ നല്ല രീതിയിൽ സിഗ്നൽ ചെയ്യുന്നു. ഈ ജീനുകൾ നല്ല പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക്, വളർച്ചയിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ ഹൃദയം തുറക്കുക. നിങ്ങളുടെ മനസ്സിനെ പുതിയ ചിന്തയിലേക്ക്, പുതിയ വികാരങ്ങളിലേക്ക് നയിക്കുക. നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ ഭാരം വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു ചുവട് വെക്കുക. നിങ്ങളുടെ ശരീരവും മനസ്സും ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പല വെല്ലുവിളികളെയും എങ്ങനെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നേരിടാമെന്ന് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്